ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗ്രീറ്റ് ഈഗിൾ ടെക്കിൻ്റെ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ പ്രീ മാർക്കറ്റ് അനാലിസിലേക്ക് ഏവർക്കും സ്വാഗതം. ബഡ്ജറ്റൊക്കെ അടുക്കാറായി. ഈ നമ്മുടെ മാർക്കറ്റിന് കഴിഞ്ഞ 10 ദിവസമായിട്ട് ഒരു മൂവ്മെൻറ്റും ഇല്ല എന്നപ്പോൾ ആ മാർക്കറ്റിൽ ഒരു ട്രേഡ് കഴിഞ്ഞ മൺഡേ കിട്ടിയതെന്ന് നോക്കി, പിന്നെ കഴിഞ്ഞ മൺഡേ ഒരു ട്രേഡ് കിട്ടിയതല്ലാതെ വലിയ ചുരുക്കത്തിൽ പറഞ്ഞ നല്ല രീതിയിലുള്ള ട്രേഡ് കിട്ടിയിട്ട് കുറേ ദിവസമായിട്ട് മാർക്കറ്റിൽ സത്യം പറഞ്ഞാൽ 10 ദിവസം കൂടുതലായി. പ്രീ ബജറ്റ് റാലിയൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് എല്ലാ ആൾക്കാരും ഇരുന്നത്. ഞാനിരുന്നു, പ്രീ ബജറ്റ് മൂവ്മെൻറ്റൊക്കെ പ്രതീക്ഷിച്ചായിരുന്നു. പക്ഷേ ആ മൂവ്മെൻ്റ് ഒന്നും തരാനുള്ള ഒരു കെൽപ്പ് മാർക്കറ്റിൽ കാണുന്നില്ല. കഴിവില്ലാത്ത അവസ്ഥയിൽ നിൽക്കുന്ന ഒരു അവസ്ഥയാണ് മാർക്കറ്റ്. പറയില്ലേ, അയ്യേ നിനക്ക് കഴിവില്ലടാ, നീ പോവില്ല എന്നൊക്കെ പറയും പോലെ മാർക്കറ്റ് ആ രീതിക്ക് തന്നെയാണ് നിൽക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ നിഫ്റ്റിക്ക് ഒന്നാമത് ഒട്ടും വോളിയമില്ല. കഴിഞ്ഞ നവംബർ മാസത്തിന് ശേഷം നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, ഓപ്ഷൻസ് മാർക്കറ്റിൻ്റെ വോളിയം ഡ്രാസ്റ്റിക്കായിട്ട് കുറഞ്ഞിട്ടുണ്ട്. സോ അതുകൊണ്ട് ഇപ്പം പ്യുവർലി പറയുകയാണെങ്കിൽ ലാർജ് റേഞ്ച് ഓഫ് മിഷൻസ് ആൻഡ് മിഷൻ പ്ലേയേഴ്സ് ഉണ്ടല്ലോ, അതായത് മിഷൻ വെച്ചുള്ള ട്രേഡേഴ്സൊക്കെ ലാർജ് ആയിട്ടുള്ള രീതിയിലുള്ള സെല്ലിംഗ് ആണ്. അവരുടെ ആ ഒരു സ്റ്റബേൺ ഭയങ്കര രീതിയിലാണ് മാർക്കറ്റിൽ കാണുന്നത്. അവർ അത്രയ്ക്ക് എന്തുവാണ്, ദേ പ്രിഫേർഡ് ദാറ്റ് എന്താണ് മാർക്കറ്റ് ഈ റേഞ്ചിൽ തന്നെ ക്ലോസ് ചെയ്താൽ മതി എന്ന് അത് വ്യക്തമായി വെച്ചുകൊണ്ടാണ് ഈ മാർക്കറ്റ് ട്രേഡ് ചെയ്യണത്. ചുരുക്കി പറഞ്ഞാൽ ഒരു ട്രേഡബിൾ ആക്ഷൻസ് കിട്ടിയിട്ട്, നല്ല രീതിയിൽ ട്രേഡബിൾ ആക്ഷൻസ് കിട്ടിയിട്ട് ഇന്നത്തേക്ക് കൂട്ടി ഒരു 10 ദിവസമായി മാർക്കറ്റിൽ. നിഫ്റ്റി നമ്മൾ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നിഫ്റ്റി നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും, നിഫ്റ്റി കഴിഞ്ഞ ഒരു 10 ദിവസം, ഇതാണ് നമ്മൾ നിഫ്റ്റിയുടെ കഴിഞ്ഞ മൺഡേ നമ്മളത് ഏത് ദിവസം എന്ന് വെച്ചാൽ ഈ നിഫ്റ്റിയുടേത് മൺഡേ 13 സെപ്റ്റംബർ 13 സ്റ്റാർട്ട് ചെയ്ത മാർക്കറ്റായിരുന്നു. സെപ്റ്റംബർ 13 സ്റ്റാർട്ട് ചെയ്ത മാർക്കറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിയ ഈ റേഞ്ചിനകത്തു നിന്ന് തന്നെയല്ല മാർക്കറ്റ് നിൽക്കണത്. വലിയ റേഞ്ചിലെ വ്യത്യാസം ഉണ്ടാ. സോ സെയിം റേഞ്ച് ഓഫ് ആക്ഷൻസ് ആണ് ഇപ്പോഴും നിൽക്കുന്നത്. അതായത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മൺഡേ തൊട്ട് ഇന്നലെ വരെ, അതായത് 24 തീയതി വരെ 10 ദിവസം, 10 ദിവസം. ബാങ്ക് നിഫ്റ്റി ആണെങ്കിൽ സെയിം റേഞ്ചാണ്, വ്യത്യാസമൊന്നുമില്ല. റേഞ്ച് കുറച്ച് വലുതെന്ന് മാത്രമുള്ള ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് 49,600-ഉം 48,200 എന്ന് പറഞ്ഞ ഈ റേഞ്ച് തന്നെയാണ്. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയും ആ ഒരു റേഞ്ചാണ്, നിഫ്റ്റിയും ഒരു ലാർജ് സ്ട്രക്ചേർഡ് റേഞ്ചിലാണ് നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും പോകുന്നത്. നമ്മളെ മാർക്കറ്റ് പ്രൊഫൈൽ ലെവൽ പ്രകാരം ഇതിനെ നമ്മൾ പറയുന്ന ഒരു പേരാണ് എന്താണ്, റേഞ്ച് ബാലൻസ്. അപ്പോൾ ഈ റേഞ്ച് ബാലൻസ് വർക്കാവോ, നമുക്ക് എങ്ങനെയാണ് നമുക്ക് ഇതിൽ പ്ലേ ചെയ്യേണ്ടതെന്നൊക്കെ നമുക്ക് മാർക്കറ്റ് പ്രൊഫൈൽ അനാലിസിസിലേക്ക് നമുക്ക് നോക്കാം. സോ എല്ലാവർക്കും ഗ്രീറ്റ് ഈഗിൾ ടെക്കിൻ്റെ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും, നമ്മളെ ബാങ്ക് നിഫ്റ്റിയുടെ ലെവൽ എടുക്കുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാകാൻ പറ്റും. ബാങ്ക് നിഫ്റ്റി ആണെങ്കിൽ ഒരു ഞാൻ പറഞ്ഞുള്ള 48,600-നും ഈ ഒരു റേഞ്ച് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. മാർക്കറ്റ് ഒരു റേഞ്ചിനകത്ത് കിടന്ന് 48,600-നും 48,000 എന്ന് പറഞ്ഞ ഈ ഒരു പി ഒ സി ഞാൻ പ്രതീക്ഷിച്ചത് ഈ പി ഒ സി ടച്ച് ചെയ്യുന്നതാണ്. പക്ഷേ ഓരോ പ്രാവശ്യവും ശക്തിയോടെ മാർക്കറ്റ് ഇറങ്ങുമ്പോൾ പോലും ഈ 48,000 എന്ന് പറഞ്ഞാൽ ഈ പി ഒ സി ടച്ച് ചെയ്യുന്നില്ല. അതുകൂടാതെ മോളോട് റിവേഴ്സ് ചെയ്യുമ്പോൾ ഞാൻ വിചാരിച്ചു അറ്റ്ലീസ്റ്റ് 50,000-ന്റെ ഭാഗത്തേക്കെങ്കിലും റിവേഴ്സ് ചെയ്ത് വെച്ചു. അത് നടക്കുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ മാർക്കറ്റ് 49,600-നും 48,200-നും ഇടയ്ക്കുള്ള ലാർജ് റേഞ്ചിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയൊരു മൂവ്മെൻ്റ് ഒന്നും മാർക്കറ്റിൽ ഇല്ല എന്നെങ്കിൽ കൂടി ലാർജ് റേഞ്ചിൽ കിടന്ന് കളിക്കുന്ന ഒരു മാർക്കറ്റായിരുന്നു ഇപ്പം കഴിഞ്ഞ 11 ദിവസമായിട്ട് ബാങ്ക് നിഫ്റ്റി സംഭവിക്കുന്നത്. അപ്പോൾ ഞാനെന്ത് ചെയ്തു വെച്ചാൽ, ഈ നമ്മളെ മാർക്കറ്റ് പ്രൊഫൈൽ നമുക്ക് റേഞ്ച് കണ്ടുപിടിക്കണം. നമുക്ക് റേഞ്ച് കണ്ടുപിടിച്ചാൽ മാത്രമേ നമ്മുടെ ട്രേഡബിൾ ആക്ഷൻസ് കറക്റ്റ് ആവുള്ളൂ. അപ്പം അതിനെന്ത് ചെയ്യണം, എവിടെ നിന്നാണ് ഞാനിപ്പോൾ ഇവിടുത്തെ ഈ ഒരു ഇതിനെ പ്രൊഫൈലിനെ മെർജ് ചെയ്യുന്നു, ഇങ്ങനെ മെർജ് ചെയ്ത് നമ്മുടെ പ്രൊഫൈലിനെ ഒരു റേഞ്ച് കണ്ടെത്താൻ കൊണ്ടുവരിക. സോ അങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് നമുക്ക് എന്ത് പറ്റും, നമുക്ക് കൃത്യമായിട്ട് നമുക്ക് അതിനെ ഐഡൻറ്റിഫൈ ചെയ്യാനും ആ റേഞ്ചിനകത്ത് കിടന്ന് മാർക്കറ്റ് കളിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് കൃത്യമായി പ്ലാൻ ചെയ്യുക. അതായത് ബൈ അറ്റ് ലോവർ ലെവൽ, സെൽ അറ്റ് ഹയർ ലെവൽ എന്ന ആ ഒരു സ്ട്രക്ചർ ആയിട്ടുള്ള ട്രേഡിംഗ് സെറ്റപ്പിലേക്ക് പോകാൻ സാധിക്കും. അല്ലാതെ നമ്മൾ റേഞ്ച് ഐഡൻറ്റിഫൈ ചെയ്യാതിരുന്ന ഒരു ട്രേഡറെ സംബന്ധിച്ച് അവിടെ നമ്മുടെ ഒരു ഡിഫോൾട്ട് ആയിട്ട് നമ്മുടെ ഒരു എന്താണ് ഒരു ഫ്രെയർ ഓഫ് മിസ്സിങ് ഓപ്പർച്യൂണിറ്റി ആക്ഷൻ വരികയും നമ്മളെന്ത് ചെയ്യും, ഓരോ ട്രേഡ് നമ്മളെന്ത് വിചാരിക്കും, അയ്യോ ഈ ട്രേഡ് ഞാൻ മിസ്സായിപ്പോയി, ഈ ട്രേഡ് ബ്രേക്ക് ഔട്ട് ആണേ, അല്ലെങ്കിൽ ഇത് ബ്രേക്ക് ഔട്ട് ആണെന്ന് പറഞ്ഞ് നമ്മൾ ട്രേഡ് കമ്മിറ്റി നമ്മുടെ മൈൻഡ് സെറ്റ് ചെയ്യും. കാരണം നമുക്ക് ട്രേഡ് കിട്ടാതിരിക്കുന്ന നമ്മൾ ട്രേഡിന് വേണ്ടി അലയും. അതാണ് ഒരു നോർമൽ ട്രേഡിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ മൈൻഡ് സെറ്റ് അങ്ങനെയാണ് ഇരിക്കുന്നത്. സോ നമ്മൾ ഈ ട്രേഡിന് വേണ്ടി അലയുമ്പോൾ എന്ത് പറ്റും, നമുക്ക് കിട്ടുന്ന ട്രേഡൊക്കെ എന്ത് പറ്റും, ഫേക്ക് ബ്രേക്ക് ഔട്ടോ ഫേക്ക് ബ്രേക്ക് ഡൗണോ ആയി നമുക്ക് ആ രീതിയിലേക്ക് മൂവ്മെൻറ്റ് വരാൻ പറ്റും. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ മാർക്കറ്റ്
എക്സാക്ട്ലി പറയുകയാണെങ്കിൽ 49,230-നും 48,500 ഭാഗത്തും കിടന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ക്ലോസിങ് കൃത്യം പറയുകയാണെങ്കിൽ ഒരു ബെയറിഷ് ക്ലോസിംഗ് ആണ് ബാങ്ക് നിഫ്റ്റിക്കും ഉണ്ട്. അതെന്താ കാരണം, അത് നമ്മുടെ വാല്യൂ ഏരിയ ലോയുടെ താഴെയാണ്, ഈ റേഞ്ചിൻ്റെ വാല്യൂ ഏരിയ ലോയുടെ താഴെയാണ് നമ്മൾ ക്ലോസ് ചെയ്തത്. എന്നിരുന്നാൽ കൂടി ഈ 48,000 പറഞ്ഞ ഒരു സ്ട്രോങ് ഡിമാൻഡ്സാണ്. ഇതൊരു വലിയൊരു പഴയൊരു, നിങ്ങൾ നോക്കിയറിയാം, പഴയ ഒരു ബഡ്ജറ്റ് അല്ല. നമ്മുടെ ഇലക്ഷൻ സമയത്ത് ഇലക്ഷൻ റിസൾട്ടിൻ്റെ പിറ്റേ ദിവസം വന്ന ഒരു ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ഒരു POC ആണ് 48,000 എന്ന് പറഞ്ഞാൽ. ഈ ഒരു POCക്ക് മുകളിൽ അവൻ സസ്റ്റൈനബിളായി നിൽക്കുന്നുണ്ട്. ഈ ഒരു റേഞ്ചും അവൻ മെയിൻറ്റെയിൻ ചെയ്തു. ചുരുക്കി പറഞ്ഞാൽ മാർക്കറ്റ് ഇന്നലെ വന്ന ICICI റിസൾട്ട് ഒരു ഓക്കെ റിസൾട്ടാണ്. അപ്പോൾ നാളെ മാർക്കറ്റ് എങ്ങനെ ഓപ്പൺ ചെയ്യും? ICICI റിസൾട്ട് കാരണം മാർക്കറ്റ് പ്ലസ്സിൽ ഓപ്പൺ ചെയ്യും. കാരണം സാറ്റർഡേ വന്ന റിസൾട്ട് ആയതുകൊണ്ട് ICICIൻ്റെ എന്തുകൊണ്ട് ADRും നമുക്കൊന്നും കാണാൻ പറ്റില്ല, അറിയാമല്ലോ. കാരണം ശനിയാഴ്ച വന്ന റിസൾട്ടാണ്, അതിൻ്റെ എഫക്റ്റ് നമുക്ക് അറിയണമെങ്കിൽ മൺഡേയിലേ പറ്റുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ ബാങ്ക് നിഫ്റ്റിയിൽ 49,230 മുകളിൽ മാത്രമേ നിങ്ങൾ ബൈ ചെയ്താൽ മതി. 48,330 ശേഷം താഴെ മാത്രമേ നിങ്ങൾ സെല്ലിനെ കുറിച്ച് ചിന്തിച്ചാൽ മതി. ഇപ്പോൾ ക്ലിയർ ആയതല്ലോ. 48,330 താഴെ മാത്രമേ നിങ്ങൾ സെല്ലിനെ കുറിച്ച് ചിന്തിച്ചാൽ മതി. കാരണം ഇവിടെയാണ് ലാസ്റ്റ് നമ്മുടെ LVN സോൺ വരുന്നത്, ലോ വോളിയം നോഡ് വരുന്നത് ഈ ഏരിയയാണ്. HVNും ഈ ഭാഗത്തിന് പറയുന്നത് ഹൈ വോളിയം നോഡ്. സോ ഈ 48,330 പൊട്ടെങ്കിൽ മാത്രം നമ്മളൊരു സെല്ലിനെ കുറിച്ച് ചിന്തിച്ചാൽ മതി. ബൈ ആണെങ്കിൽ 49,230 മുകളിൽ മാത്രം ചിന്തിച്ചാൽ. അപ്പോൾ നമുക്കത് കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് വെക്കണ്ടേ? മാർക്ക് ചെയ്ത് വെച്ചാൽ എല്ലാം നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുക, ഈ ഒരു ലെവൽസൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കളഞ്ഞിട്ട് ഞാൻ നമ്മുടെ റേഞ്ചിൻ്റെ POC വയ്ക്കണം. അപ്പോൾ റേഞ്ചിൻ്റെ POC എന്ന് പറഞ്ഞാൽ 48,710 ആണ്. അതിൽ ഒരു മാറ്റമില്ല. അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഇതേ റേഞ്ച് തന്നെ കിടന്ന് മെയിൻറ്റെയിൻ ചെയ്യും. അപ്പോൾ 48,710 ആണ് നമ്മുടെ റേഞ്ചിൻ്റെ POC. അത് ഞാനൊന്ന് മാർക്ക് ചെയ്ത് വെച്ചു. 48,710 റേഞ്ച് നമ്മുടെ POC. അത് ഞാനൊന്ന് എഴുതി വെച്ചു. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനും നമുക്കത് ട്രേഡബിൾ ആക്ഷൻസ് ആയിട്ട് യൂസ് ചെയ്യാനും പറ്റും. നമ്മളെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു ബുള്ളിഷ് റെഫറൻസ് എത്രയാണ്? 49,230. ബുള്ളിഷ് റെഫറൻസ് എന്ന് പറയുമ്പോൾ 49,230 നമ്മളെ സംബന്ധിച്ചുള്ള ബുള്ളിഷ് റെഫറൻസ്. 49,230 നമ്മളെ സംബന്ധിച്ചുള്ള ബുള്ളിഷ് 49,230 ബുള്ളിഷ് റെഫറൻസ്. അത് ഞാനൊന്ന് മാർക്ക് ചെയ്ത് വെച്ചു. ക്ലിയർ ആയല്ലോ. സോ ഇനി നമുക്ക് നോക്കേണ്ട ബെയറിഷ് റെഫറൻസ്. ഞാൻ പറഞ്ഞു ലാസ്റ്റത്തെ HVN ആണ്, അവസാനത്തെ നമ്മുടെ ആൾ ഇറങ്ങുന്നതിന് ശേഷം മാത്രമേ നമ്മൾ കപ്പൽ ക്ലോസ് ചെയ്യുമെന്ന് പറയുമ്പോൾ 48,330 അവസാനത്തെ നമ്മുടെ LVN സോൺ. അപ്പോൾ അതിനെ ഞാൻ എന്ത് ചെയ്തു, ബെയറിഷ് റെഫറൻസ് ആയിട്ട് എടുത്തു. ഇപ്പം ചുരുക്കി പറഞ്ഞാൽ 49,230-നും 48,300-നും ഇടയ്ക്കാണ് ബാങ്ക് നിഫ്റ്റി കിടന്ന് കളിക്കണം. അപ്പോൾ ബെയറിഷ് റെഫറൻസ് മാർക്ക് ചെയ്ത് വെച്ചു 48,330. നമ്മുടെ ക്ലോസിങ് കഴിഞ്ഞ വെള്ളിയാഴ്ച സംഭവിച്ചിരിക്കുന്നത് 48,347. 49,230 മുകളിൽ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ മാർക്കറ്റ് എവിടെ വരെ പോവാം? ഫസ്റ്റ് ടാർഗറ്റ് 49,480. എവിടെയാണ്? 49,480 ഫസ്റ്റ് ടാർഗറ്റ്. അത് ഞാൻ മാർക്ക് ചെയ്തിരിക്കില്ല. 49,480. ഇതാണ് R1. ക്ലിയർ ആവുന്നുണ്ടല്ലോ? R1 ഇതാണ്. ഓക്കെ. അതിനുശേഷം R2 എന്ന് പറയുമ്പോൾ എവിടെ പോവാം? അത് 49,480. അതിനുശേഷം വരുന്ന അടുത്ത എത്രയാണ്? 49,601. 49,601 കഴിഞ്ഞൊരു പഴയൊരു POC ആണ്. അപ്പോൾ R2 എന്ന് പറയുമ്പോൾ 49,601 അത് മാർക്ക് ചെയ്തു. അതാണ് R2. അതിന് മുകളിൽ R3 എന്ന് പറയുമ്പോൾ അടുത്ത വരുന്നത് കൃത്യമായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ 49,772. ഇതാണ് എന്നെ സംബന്ധിച്ചൊരു മൂവ്മെൻറ്റം മാക്സിമം വന്നാൽ 49,772 R3. ഇപ്പോൾ ഇത് ക്ലിയർ ആവുന്നുണ്ടല്ലോ നിങ്ങൾക്ക്? സോ മുകളിലോട്ട് പോവുകയാണെങ്കിൽ എവിടെ വരെ പോകാം? 49,230 മുകളിൽ വന്നാൽ 49,480, 49,601, 49,722. ഈ 49,722 മുകളിൽ ഡിസിസീവായിട്ട് മാർക്കറ്റ് ക്ലോസ് ചെയ്താൽ മാത്രമേ ഒരു ഫ്രഷ് ബ്രേക്ക് ഔട്ട് എന്ന രീതിയിൽ ഒരു മൂവ്മെൻറ്റ് വരാനുള്ള ചാൻസ് ഞാൻ കാണുന്നുള്ളൂ. ഇനി 48,320 പൊട്ടി എങ്ങോട്ട് പോകുന്നു കാണാം. ഫസ്റ്റ് ടാർഗറ്റ് നിങ്ങൾ ഓർത്തോളുക, ആ S കൊടുന്ന 48,000. ഈ 48,000 എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ഏരിയ ആയിരിക്കും നമ്മളെ സംബന്ധിച്ചുള്ള നമ്മുടെ സപ്പോർട്ട് 1 S1 എന്ന് പറഞ്ഞാൽ 48,000 എന്ന ഈ ഒരു ഏരിയയാണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സപ്പോർട്ട്. അത് വ്യക്തമായിട്ട് മാർക്ക് ചെയ്തു.
അതിന് താഴെ അടുത്ത വരുന്നത് 47,738. ഇതാണ് നമ്മുടെ S2. സോ 47,738. ഇതിനപ്പുറത്തെ ഒരു മൂവ്മെൻറ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കാരണം ICC റിസൾട്ട് ചെറിയൊരു പോസിറ്റീവൊക്കെ ഉണ്ട് മാർക്കറ്റിൽ. സോ ഈ ഒരു രീതിയിൽ നിൽക്കാനുള്ള ചാൻസേ ഞാൻ മാർക്കറ്റിൽ കാണുന്നുള്ളൂ. ഇനി 47,738 പൊട്ടുകയാണെങ്കിൽ ഫർദർ ആയിട്ടുള്ള രീതിയിലുള്ള സെല്ലിങ് പോവാം, വരാതിരിക്കില്ല. കാരണം മാർക്കറ്റ് ഈസ് സുപ്രീം. നമ്മൾ എന്താ വിചാരിച്ചാലും മാർക്കറ്റാണ് സുപ്രീം. മാർക്കറ്റിൻ്റെ ബിഹേവിയറിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ നോക്കാതെ മാർക്കറ്റ് ബിഹേവിയറിൻ്റെ കൂടെ പ്ലേ ചെയ്യാൻ നോക്കുക. ദാറ്റ് ഈസ് എ ട്രേഡേഴ്സ് ജേണി. അല്ലാതെ മാർക്കറ്റ് ബിഹേവിയർ പഠിച്ചു വച്ചിട്ട് ഞാനത് ബിഹേവിയറൽ സയൻസ് പഠിക്കാനല്ല, ബിഹേവിയർ സയൻസിനെ ഫോളോ ചെയ്യാനാണ് നമ്മൾ ട്രേഡർ ചെയ്യേണ്ടത്. ഇതിനെ ഫോളോ ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? മാർക്കറ്റിനെ കാണണം. നമ്മളെ കണ്ണിൻ്റെ മുമ്പിൽ നമ്മുടെ ചാർട്ടും ഇതെല്ലാം നമ്മൾ ഉപയോഗിക്കുന്ന സിസ്റ്റം നമ്മൾ കാണണം. കണ്ടായാൽ മാത്രമേ നമ്മുടെ മൈൻഡിലേക്ക് വരുള്ളൂ. ആ ദിവസം ഇങ്ങനൊരു മൂവ്മെൻറ്റ് വന്നായിരുന്നു. അപ്പോൾ അത് എന്ത് പറ്റി? മാർക്കറ്റ് ആ ലെവലിൽ താഴേക്ക് വന്ന് സഡയിൽ തിരിച്ചു പോയി. അപ്പോൾ അത് നമുക്ക് തിങ്ക് ചെയ്ത് നമുക്ക് ആക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ മാർക്കറ്റിൻ്റെ ബിഹേവിയറിനെ ഫോളോ ചെയ്യണം. ആസ് എ ട്രേഡർ നിങ്ങളത് ഫോളോ ചെയ്തേ പറ്റൂ. ഇനി നമുക്ക് നോക്കേണ്ടത് എന്താണ്? നിഫ്റ്റിയുടെ. നിഫ്റ്റി നിങ്ങൾക്കറിയാം, നിഫ്റ്റിയും ഒരേ റേഞ്ച് തന്നെ കിടന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. നിഫ്റ്റിയും നമുക്ക് ഒരു മാറ്റവും ഇല്ല. കഴിഞ്ഞ ആഴ്ച അങ്ങനെ കിടന്ന് കളിക്കുക. അപ്പോൾ നിഫ്റ്റി നമുക്ക് വ്യക്തമായി നോക്കുമ്പോൾ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയെ പോലെ തന്നെ കഴിഞ്ഞ തിങ്കളാഴ്ച ഇവിടെയാണ് അതായത് ഇവിടെ തുടങ്ങിയ അടിയാണ്. ഒരൊറ്റ ആടി ഗ്യാപ് ഡൗൺ വന്ന് ഇവിടെ തുടങ്ങിയ ആടി പിന്നെ ഈ ഭാഗത്ത് തന്നെയാണ് നിഫ്റ്റിയും കിടന്ന് കളിച്ചത്. ഒരു മാറ്റവും ഇല്ലാതെ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഈ ഒരു പ്രൊഫൈലിനെല്ലാം ഞാനൊന്ന് മെർജ് ചെയ്യണം. വേറെ ഒന്നും പറ്റില്ല. നമുക്ക് ഞാൻ പറഞ്ഞു കഴിഞ്ഞ ബാങ്ക് നിഫ്റ്റിയെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞെന്താണ്, നമ്മുടെ മാർക്കറ്റിലെ നമുക്ക് എന്തറിയണം? നമുക്ക് അതിൻ്റെ റേഞ്ച് അറിയണം. റേഞ്ച് അറിഞ്ഞാൽ മാത്രമേ ആസ് എ ട്രേഡർ നമുക്ക് ആ റേഞ്ചിനെ പ്ലേ ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ നമുക്ക് എന്ത് പറ്റും? നമുക്ക് ഇഷ്ടംപോലെ റിസ്ക് വരും. ആ റിസ്ക് നമുക്ക് ഫേക്ക് ആയിട്ടുള്ള ബ്രേക്ക് ഔട്ടിലേക്ക് ട്രേഡബിൾ എടുത്ത് നമുക്ക് ലോസ് ആവും, സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നിഫ്റ്റിയും കഴിഞ്ഞ 10 ദിവസമായിട്ട് ഒരേ റേഞ്ചിൽ കിടന്ന് കളിക്കുകയാണ്. ഈ റേഞ്ചിൻ്റെ POC ഏകദേശം വന്നിരിക്കണേ 23,269 ആണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ 23,269 ഭാഗത്താണ് നിഫ്റ്റിയുടെ POC ഇരിക്കുന്നത്. 23,269 ആണ് റേഞ്ചിൻ്റെ POC. അത് ഞാനൊന്ന് മാർക്ക് ചെയ്ത് വെച്ചു. റേഞ്ച് POC എത്രയാണ്? 23,269. ഞാനത് വ്യക്തമായി മാർക്ക് ചെയ്ത് വെച്ചല്ലോ. അത് വ്യക്തമായിട്ട് വെച്ചു. ഇനി നമുക്ക് നോക്കേണ്ട റേഞ്ചിൻ്റെ വാല്യൂ ഏരിയ ഹൈ എവിടെയാണ്? 336. സോ 23,337 ആണ്. 23,337 നമ്മളെ സംബന്ധിച്ചുള്ള ബുള്ളിഷ് റെഫറൻസ്. ക്ലിയർ ആവുന്നല്ലോ? ബുള്ളിഷ് റെഫറൻസ് എന്ന് പറയുമ്പോൾ 23,337 അത് ഞാൻ മാർക്ക് ചെയ്ത് വെച്ചു. ഇനി ബെയറിഷ് റെഫറൻസ് എന്ന് പറഞ്ഞ ഒരു കാര്യം ഓർത്തോളുക, 23,100. അത് ഞാൻ ഇന്നത്തെ ലാസ്റ്റ് HPS പറഞ്ഞ ഈ ഒരു റേഞ്ചിലെ അവസാനത്തെ HPS ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ 23,100 എന്നെ സംബന്ധിച്ചുള്ള ബെയറിഷ് റെഫറൻസ്. 23,100 അത് ഞാൻ മാർക്ക് ചെയ്യും. 23,100 ബെയറിഷ് റെഫറൻസ്. അത് നമുക്ക് വ്യക്തമായിട്ട് മാർക്ക് ചെയ്ത് വെക്കുക. 23,100 അതും വെച്ചു. സോ ഇതാണ് നമ്മുടെ ഈ ഒരു റേഞ്ചിനകത്താണ് മാർക്കറ്റ് കിടന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ് കുറേ ദിവസമായിട്ട്. അപ്പോൾ നമുക്ക് നോക്കേണ്ടത് 23,337 പൊട്ടിയാൽ എവിടെ പോവാം? ഫസ്റ്റ് ടാർഗറ്റ് എത്രയാണ്? 23,390. എത്രയാണ്? 23,408 ഫസ്റ്റ് ടാർഗറ്റ്. R1 അത് ഞാനത് മാർക്ക് ചെയ്ത് വെച്ചു. R1 എത്ര? 23,408 അത് മാർക്ക് ചെയ്തു. അതിന് മുകളിൽ അടുത്ത R2 എന്ന് പറയുമ്പോൾ 23,498. 408 R2 എന്ന് പറയുമ്പോൾ 23,498. അതിന് മുകളിൽ ഒരു മൊമെൻ്റം വരാനുള്ള ചാൻസ് ഇപ്പം ഞാൻ കാണുന്നില്ല. അത് വരട്ടെ, നോക്കാം. സോ ഇനി നോക്കുകയാണെങ്കിൽ 23,100 പൊട്ടിയാണെങ്കിൽ ഇവിടെ വരാം. ഫസ്റ്റ് ടാർഗറ്റ് 23,008 ഭാഗത്തേക്കാണ് ആദ്യം വരുന്നത്. S1 എന്ന് പറയുമ്പം 23,008 23,008 നമ്മുടെ S1. നമ്മുടെ സപ്പോർട്ട് 1 അവിടെയാണ്. S1 നമ്മൾ 23,008 അത് വ്യക്തമായിട്ട് മാർക്ക് ചെയ്തു. അതിന് താഴെ S2 എവിടെയാണ്? നേരെ വരുന്നത് 22,958. 22,958 S2 എന്ന് പറയുമ്പോൾ 22,950. 22,958. അതിന് താഴെ ഒരു സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇതാണ് 22,845 എന്ന് പറഞ്ഞാൽ ഈ POCയുടെ ഭാഗത്തേക്ക് മാർക്കറ്റ്. 22,845 എന്ന് പറഞ്ഞാൽ ഈ POCയുടെ ഭാഗത്തേക്ക് മാർക്കറ്റ് വരാം. ചുരുക്കി പറഞ്ഞാൽ 23,000 പൊട്ടയാണെങ്കിൽ നല്ല രീതിയിലുള്ള ഡൗൺവേർഡ് മൂവ്മെൻറ്റ് വരുന്നു. 22,845 ഭാഗത്തേക്ക് മാർക്കറ്റ് വരാനുള്ള ചാൻസും വളരെയധികം കൂടുതലാണ്. അപ്പോൾ ഇതാണ് മാർക്കറ്റിൻ്റെ എൻ്റെ ഒരു ലെവൽസ് വ്യക്തമായി വർക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ പറയും 23,100 23,330 ഇടയ്ക്ക് നിന്ന് കളിക്കുകയാണെങ്കിൽ നമുക്ക് ട്രേഡബിൾ ആക്ഷൻസ് ഇല്ല. ആസ് ആൻ ഓപ്ഷൻ റൈറ്റർ നിങ്ങൾക്ക് അവിടെ പ്ലേ ചെയ്യാം.
അതേപോലെ ബാങ്കിങ് ഫീ 49,230 48,300 ഇടയ്ക്ക് നിന്ന് കളിക്കുകയാണെങ്കിൽ നിങ്ങൾ ഓപ്ഷൻ റൈറ്റിങ്ങിൻ്റെ കാര്യം മാത്രം ചിന്തിച്ചാൽ വേറെ നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇത് വ്യക്തമായി ഓർത്തുകൊള്ളുക. പിന്നെ ഇനി വരാൻ പോകുന്നത് ഞാൻ പറഞ്ഞു, നമ്മൾ ട്രിവാൻഡ്രത്ത് നമ്മുടെ ഓഫീസിൻ്റെ വർക്കെല്ലാം കഴിഞ്ഞു. ഇപ്പം തിങ്കളാഴ്ച മുതൽ കുറേ ആൾക്കാർ കുറച്ച് പേര് വരുന്നുണ്ട്. സോ നിങ്ങൾക്ക് ലൈവായിട്ടിരുന്ന് ട്രേഡ് ചെയ്യാൻ താല്പര്യമുണ്ട്, നിങ്ങൾ പ്രൊഫഷണൽ ട്രേഡിംഗ് ആ രീതിയിൽ അപ്രോച്ച് ചെയ്യണം, നിങ്ങൾക്കൊരു ടീമിൻ്റെ കൂടെ ഇരുന്ന് ട്രേഡ് ചെയ്യണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ട്രിവാൻഡ്രത്തുള്ളവരാണെങ്കിൽ വരിക. നമ്മളെ കൂടെ ഇരുന്ന് നമ്മൾ ട്രേഡ് ചെയ്യുന്നതിൻ്റെ കൂടെ എക്സ്പെർട്ടായ കുറേ ട്രേഡേഴ്സ് ഇവിടെ ഉണ്ട്, അതിൻ്റെ കൂടെ നിങ്ങൾക്കും ട്രേഡ് ചെയ്യാം. അല്ല, നിങ്ങൾക്ക് ഓഫ്ലൈനായി നിങ്ങൾക്ക് ലൈവ് ട്രേഡിങ്ങും നിങ്ങൾക്ക് ഈ സെറ്റപ്പും ബാക്കിയെല്ലാം ഓഫ്ലൈൻ വന്നിരുന്ന് പഠിക്കണം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മളെ കൂടെ വന്നിരുന്ന് ട്രേഡിങ് സെറ്റപ്പ് ട്രേഡ് ചെയ്ത് നമുക്ക് പഠിക്കുകയും ചെയ്യാം. സോ നിങ്ങൾക്ക് രണ്ട് തരത്തിൽ ട്രേഡിങ് അപ്രോച്ച് ചെയ്യാം. നിങ്ങൾക്കൊരു ട്രേഡിൻ്റെ മെൻറ്റർഷിപ്പ് എന്ന രീതിയിൽ ഇവിടെ വന്നിരുന്ന് ട്രേഡ് ചെയ്ത് പഠിക്കാം. ഇല്ല, നിങ്ങൾക്കൊരു ട്രേഡ് സപ്പോർട്ട് മതി എന്ന് മാത്രം മതിയുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ഇവിടെ വന്നിരുന്ന് എൻ്റെ കൂടെ ഇരുന്ന് ട്രേഡ് ചെയ്യാം. എൻ്റെ കൂടെ മാത്രമല്ല കുറച്ച് ബഞ്ച് ഓഫ് ട്രേഡേഴ്സ് ഇവിടെ ഉണ്ട്. സോ അവരുടെ കൂടെ ഇരുന്ന് നമുക്ക് ട്രേഡ് ചെയ്യാം. സോ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ സൈൻ ഓഫ് ചെയ്ത് നിങ്ങളുടെ സ്വന്തം വിഷ്ണുഗുപ്തൻ. ചാനൽ കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ ബന്ധപ്പെടുക. ടേക്ക് കെയർ, ഹാപ്പി സൺഡേ.